ഇസ്രായേലിന് നേരെ വ്യോമാക്രമണം നടത്തി ഇറാൻ. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം. 20 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളാണ് ഇറാന് നേരെ തൊടുത്തത്. ഇരു രാജ്യങ്ങളും പരമാവധി സംയമനം പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ അഭ്യർത്ഥിച്ചു. VR കാർത്തിക് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, ഏറെ ആശങ്കയോടെയാണ് ലോകം പശ്ചിമേഷ്യയിലേക്ക് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇറാൻ ഇസ്രായേൽ ഒരു തുറന്ന പോരിലേക്ക് കടക്കുമ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധമുഖം അത് കൂടുതൽ സങ്കീർണമാവുകയല്ലേ? തീർച്ചയായും ആര്യ, പശ്ചിമേഷ്യ ഒരു യുദ്ധവേദിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിൽ ഒരു വ്യോമാക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തിരുന്നു. ഏപ്രിൽ 1-ന് സിറിയൻ തലസ്ഥാനമായ ഡമസ്കസിൽ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഉണ്ടായ ആക്രമണമാണ് ഇത്തരത്തിൽ ഒരു പ്രകോപനത്തിന് കാരണം. ആ ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യമാണ് ആക്രമണം നടത്തിയത് എന്ന് ഇറാൻ പറയുന്നു. ആ ആക്രമണത്തിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. ഇറാന്റെ 2 സൈനിക ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. അതുതന്നെയാണ് ഇറാനെ പ്രകോപിപ്പിച്ചതും. അന്നു മുതൽ തന്നെ ഒരു യുദ്ധഭീതി ശക്തമായിരുന്നു പശ്ചിമേഷ്യയിൽ. ഏതായാലും ഇന്നലെ രാത്രിയോടെയാണ് ഇറാൻ ഇസ്രായേലിന് നേരെ വ്യോമാക്രമണം ആരംഭിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു തരത്തിലുള്ള അതിർത്തിയും പങ്കിടുന്നില്ല. ഇറാഖ്, ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഈ 2 രാജ്യങ്ങൾക്ക് ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ കര അതിർത്തിയോ വ്യോമ അതിർത്തിയോ ഒന്നും പങ്കിടുന്നില്ല. അതുകൊണ്ട് തന്നെ ഡ്രോൺ ആക്രമണമാണ് ഇറാൻ നടത്തിയത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. 200ഓളം ഡ്രോണുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി കഴിഞ്ഞ ദിവസം രാത്രി ഇറാൻ തൊടുത്തു. അതോടൊപ്പം തന്നെ 20 ബാലിസ്റ്റിക് മിസൈലുകളും തുറത്തു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും നേരത്തെ തന്നെ ഒരു യുദ്ധ ഭീതി ഉണ്ടായിരുന്നതുകൊണ്ടും നേരത്തെ തന്നെ ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ടും കാര്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയും ചെയ്തു. ഏതാണ്ട് 200ഓളം ഡ്രോണുകളും 10 ബാലിസ്റ്റിക് മിസൈലുകളും തകർത്തതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഒരു യുദ്ധഭീതി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ ആക്രമണം ഇവിടം കൊണ്ട് അവസാനിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഇനി ഉണ്ടായാൽ മാത്രമേ ശക്തമായ ഭാഷയിൽ തിരിച്ചടി നൽകൂ എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഇറാന്റെ പ്രതികരണം. അതുകൊണ്ട് തന്നെ താൽക്കാലികമായെങ്കിലും ആശങ്കയ്ക്ക് ഒരു ചെറിയ വിരാമമായിരിക്കുന്നു. എങ്കിൽ കൂടിയും ഒരു യുദ്ധഭീതി നിലനിൽക്കുന്നു. ഇസ്രായേൽ ഈ ആക്രമണത്തെ എങ്ങനെ പ്രതിരോധിക്കും എന്നതാണ് ഇനി ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. സ്വാഭാവികമായും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായാൽ അതിന് ശക്തമായ ഭാഷയിൽ തിരിച്ചടി നൽകുമെന്ന ബെഞ്ചമിൻ നെതന്യാഹു അടക്കം വ്യക്തമാക്കിയിരുന്നു. ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ച നടത്തി. ഇക്കാര്യത്തിൽ ഇനി തുടർന്നുള്ള ഇസ്രായേലിന്റെ നീക്കങ്ങൾ എങ്ങനെയാകും എന്നതാവും ഏറെ നിർണായകം. മറ്റൊന്ന്, ഐക്യരാഷ്ട്രസഭ അടക്കമുള്ളവർ ഈ യുദ്ധ പശ്ചാത്തലത്തിൽ അപലപിച്ച് രംഗത്തെത്തി എന്നതും ഏറെ ശ്രദ്ധേയമാണ്. അന്റോണിയോ ഗുട്ടറസ് അല്പം മുമ്പ് അദ്ദേഹത്തിന്റെ ട്വീറ്റിലൂടെ വ്യക്തമാക്കിയത് ഇനി ഒരു യുദ്ധം താങ്ങാനുള്ള ശേഷി ലോകത്തിനില്ല. അതുകൊണ്ട് തന്നെ സംയമനം ഇരു രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകണം. അതിനാവശ്യമായ ശ്രമങ്ങൾ എല്ലാം നടത്താൻ അതിന് മുൻകൈയെടുക്കാൻ തയ്യാറാണ് എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ അവരിൽ നിന്ന് വന്നു. സ്വാഭാവികമായും സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളും ഈ ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തി സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം അവരും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും വ്യോമാക്രമണം ശക്തമായ പശ്ചാത്തലത്തിൽ ഇറാന്റെ അതിർത്തി രാജ്യങ്ങളായ ജോർദാൻ, അതോടൊപ്പം തന്നെ ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങൾ വ്യോമയാന മേഖല അടച്ചു കഴിഞ്ഞു. ശക്തമായ ആക്രമണം വരും മണിക്കൂറുകളിലും ഉണ്ടാകും എന്ന് ഇറാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇനി ഉള്ള ദിവസങ്ങളിൽ ഇസ്രായേൽ എങ്ങനെയാണ് ഇറാന്റെ ഈ ആക്രമണത്തെ പ്രതിരോധിക്കുന്നത്, അവർക്ക് എത്രമാത്രം ശക്തമായ ഭാഷയിലാണ് ഇസ്രായേൽ തിരിച്ചടി നൽകുന്നത് എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ഏതായാലും ഗാസ പോലെ വീണ്ടും പശ്ചിമേഷ്യ കലുഷിതമാവുകയാണ്. ഈ നിലവിലെ ഈ സാഹചര്യങ്ങൾ ഇറാന്റെ ഈ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് താൽക്കാലികമായെങ്കിലും ഇത്തരത്തിൽ ഒരു തിരിച്ചടി, അത് നേരത്തെ ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനി തന്നെ പറഞ്ഞതുപോലെ ഇറാൻ ഇസ്രായേലിന്റെ മണ്ണിൽ തിരിച്ചടി നൽകും എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും വ്യോമാക്രമണത്തിലൂടെ അത് നൽകിക്കഴിഞ്ഞു. ഇനി ഇതിന്റെ തുടർ നീക്കങ്ങൾ ഇരു രാജ്യങ്ങളും എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഒരു യുദ്ധഭീതി. ഏതായാലും ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള എല്ലാ ഇടപെടലുകളും വിവിധ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സൗദി, ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ മധ്യസ്ഥ ശ്രമങ്ങൾ സജീവമായി പുരോഗമിക്കുന്നു. വരും മണിക്കൂറുകളിൽ ഇസ്രായേലിന്റെ ഇപ്പോൾ
അധികാരത്തിലുള്ള മന്ത്രിസഭയുടെ യോഗവും ചേരുന്നുണ്ട്. സ്വാഭാവികമായും ആ മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കാം എങ്ങനെ തിരിച്ചടി നൽകണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. ശക്തമായ ഭാഷയിൽ തന്നെ ഇസ്രായേൽ ഇതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ പശ്ചിമ പൂർവ്വ ഏഷ്യയിൽ കാര്യങ്ങൾ കൂടുതൽ കലുഷിതമാകും. ആര്യ, തീർച്ചയായും VR കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്. അതാണ് സാഹചര്യം. എന്തായാലും കൂടുതൽ കലുഷിതമാവുകയാണ് പശ്ചിമേഷ്യ. യുദ്ധഭീതി അവിടെ ഒഴിയുന്നില്ല, കൂടുതൽ സങ്കീർണമായ സാഹചര്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം.